ഈ സംഘപരിവാറിന്റെ ആശയങ്ങൾ എല്ലാ ഹിന്ദുസും ഓൺ ചെയ്തിട്ടില്ല. ഭാരതത്തിലെ ഹിന്ദുസ് മുഴുവൻ ഓൺ ചെയ്തിട്ടില്ല. അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഈ സംഘപരിവാറിന്റെ അടിസ്ഥാന കാര്യങ്ങളിൽ ഒരു വിദ്വേഷ ചിന്തയുണ്ട്. അതിൻ്റെ അകത്ത് ഈ ആഭ്യന്തര ശത്രുക്കളുടെ ഗണത്തിലാണ് ക്രിസ്ത്യൻസിനെയും മുസ്ലിംസിനെയും പെടുത്തിയിരിക്കുന്നത്. അതാണ് വിചാരധാര. അതെല്ലാ RSSകാരും അതുപോലെ പാലിക്കുന്നുണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതാണ് അവരുടെ അടിസ്ഥാന വിചാരധാര, ഈ സംഘപരിവാറിന്റെ. അപ്പം ഇവിടെ ഈ പറഞ്ഞ ആളുകൾ നമ്മുടെ ആഭ്യന്തര ശത്രുക്കളാണ് എന്ന് അവർ കുറെ പേരെങ്കിലും പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഈ കഴിഞ്ഞ വർഷം 840 ആക്രമണങ്ങളാണ് ക്രിസ്ത്യൻസിനെതിരെ ഈ ഭാരതത്തിൽ ഉണ്ടായിട്ടുള്ളത്. 840. ഈ ഒരു 3 മാസത്തിനിടയിൽ 196 ആക്രമണങ്ങൾ ഉണ്ടായി. ഏപ്രിൽ കൂടാതെ ഞാൻ ഈ പറയും 196 ആക്രമണങ്ങൾ ഉണ്ടായി. മറ്റു പലതും നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഹിന്ദുസ് ചെയ്യുന്നു എന്ന് നമ്മൾ ഒരിക്കലും അർത്ഥമാക്കേണ്ടതില്ല. ഇത് ഈ സംഘപരിവാറിന്റെ ആശയം ഉള്ളിൽ പേറുന്ന ചിലരാൽ ചെയ്യപ്പെടുന്നതാണ്. അതിന് ഈ ഭരണത്തിന്റെ മൗന അനുവാദമുണ്ട്, അല്ലെങ്കിൽ ഭരണത്തിന്റെ നിസ്സംഗതയുണ്ട്. അനുവാദം അല്ലെങ്കിൽ നിസ്സംഗതയുണ്ട്.